മക്കളെ, ഇതാ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്ത് വരികയാണ്. ഇപ്പോഴും നിങ്ങളുടെ പ്രധാന ഡൗട്ടും മിക്ക കമന്റ് ബോക്സിലും കാണുന്ന ചോദ്യം എന്ന് പറയുന്നത്, മിസ്സേ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് ക്രിസ്മസ് എക്സാമിന് പഠിക്കാൻ, ഇനി ഏതൊക്കെയാ പഠിക്കേണ്ടത്, എത്ര മാർക്കിനാണ് ക്രിസ്മസ് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും വരിക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ അതിനുള്ള വ്യക്തമായ ഉത്തരത്തിലായിട്ട് മിസ് ഇതാ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ബേസിക് സയൻസ് നമുക്കറിയാം, ഓണപരീക്ഷയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ മൂന്നും ഒന്നിച്ചാണ് നിങ്ങൾക്ക് പരീക്ഷ വരാൻ പോകുന്നത്. അത് ഓരോന്നും 20 മാർക്ക് വീതമാണ് ഓരോ എക്സാം വരുന്നത്. നിങ്ങൾ ഓരോ എക്സാമിനും, അതായത് ഫിസിക്സ് എഴുതുന്നു പേപ്പർ കൊടുക്കുന്നു, കെമിസ്ട്രി ആൻസർ എഴുതുന്നു പേപ്പർ കൊടുക്കുന്നു, മൂന്നാമത് ബയോളജി നിങ്ങൾക്ക് വരും. അപ്പോൾ ബയോളജിയുടെ കേസിലാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്റർ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്, വീണ്ടെടുക്കാൻ വിളനിലങ്ങളും, നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എങ്ങനെ, ഈ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നത്. പക്ഷേ ഈ 2 ചാപ്റ്ററിൽ നിന്ന് മാത്രമല്ല, വീണ്ടും പറയുന്നു, ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററും നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിക്കണം. അതായത് നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 12 മാർക്ക് അല്ലെങ്കിൽ ഒരു 10-12 മാർക്കോളം ചോദ്യം വരുന്നത് ഒന്നെങ്കിൽ നമ്മുടെ ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്, വീണ്ടെടുക്കാൻ വിളനിലങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വൈ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. കൂടുതലും വരാറ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നാണ്. പക്ഷേ ഇത് 2 ചാപ്റ്ററിനും കൂടുതൽ വെയിറ്റേജ് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കിനും 3 മാർക്കിനും അതല്ലെങ്കിൽ 1 മാർക്കിനും ചോദ്യങ്ങൾ വരുന്നത് നമ്മുടെ സെൽ ക്ലസ്റ്റേഴ്സ്, കോശജാലങ്ങളിൽ നിന്നും, അതുപോലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചാമ്പേഴ്സ്, കുഞ്ഞറയ്ക്കലിലെ ജീവരഹസ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പാഠങ്ങൾ, അതായത് 4 പാഠങ്ങളും നിങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഏതാണ്, നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും ചാപ്റ്ററാണ്. വിവിധ കൃഷിരീതികളെ കുറിച്ച് പഠിക്കണം, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച എപ്പി കൾച്ചർ, മഷ്റൂം കൾച്ചർ, പിസി കൾച്ചർ, അതിൻ്റെ ആ ബോക്സ് നിർബന്ധമായിട്ടും പഠിക്കണം. ആൻഡ് നമ്മൾ വൈ ക്ലാസിഫിക്കേഷനിൽ വരുവാണെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തായാലും നോക്കണം. വൈറസിന്റെ ചിത്രവും വരാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. ഇനി സെല്ലിലേക്ക് വരുവാണെങ്കിൽ തന്നെ അതിന്റെ ടിഷ്യൂസും സെല്ലിന്റെ ഭാഗങ്ങളും നിർബന്ധമായിട്ടും പഠിക്കണം. അപ്പോൾ 1 മാർക്ക്, 2 മാർക്ക്, അതുപോലെ തന്നെ 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 1 മാർക്കിൽ നിങ്ങൾക്കറിയാം ഏകദേശം 26 മാർക്കോളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ 26 മാർക്കോളം ചോദ്യങ്ങളിൽ നിന്ന് 20 മാർക്ക് മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൂ. 4 ഓപ്ഷനും കൂടെ കണക്കിലെടുത്തിട്ടാണ് മിസ് ഈ ഒരു വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് പഠിക്കാൻ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിവിഷൻസ് ഒക്കെ ആയിട്ട് മിസ് ഇനിയും വീഡിയോസ് ആയിട്ട് വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ഓൾ ദി ബെസ്റ്റ്.